ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ തിരിച്ചടിയുമായി യമനിലെ ഹൂതികൾ ഏദൻ കടലിടുക്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും 2 കപ്പലുകളെ ആക്രമിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടു. MSC ഡീഗോ, MSC ഗിന എന്നീ കപ്പലുകളെയാണ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചതെന്ന് ഹൂതി വക്താവ് യഹിയ സാരി അറിയിച്ചു. ഇസ്രായേൽ കപ്പലുകളെന്ന് അവകാശപ്പെട്ടാണ് ഏദൻ കടലിടുക്കിൽ ഈ കപ്പലുകളെ ആക്രമിച്ചത്. ആക്രമണം വിജയകരമായിരുന്നു എന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കപ്പലുകൾ ആക്രമിക്കപ്പെട്ട വിവരം US നയിക്കുന്ന ജോയിന്റ് മാരിടൈം ഇൻഫർമേഷൻ സെന്റർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ആക്രമണം നടന്നതെന്നും കപ്പലുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടില്ലെന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഇൻഫർമേഷൻ സെന്റർ അറിയിച്ചു. ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണെന്ന് കരുതിയിട്ടാവും ഹൂതികൾ ആക്രമണം നടത്തിയതെന്നും സെന്റർ വ്യക്തമാക്കി. പനാമയുടെ പതാകയുള്ള 2 കപ്പലുകളും ജനീവ ആസ്ഥാനമുള്ള കമ്പനിയാണ് സർവീസ് നടത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 3ാമതൊരു കപ്പലിനെ കൂടി ആക്രമിച്ചതായി ഹൂതികൾ അറിയിച്ചു. MSC വിക്ടോറിയ എന്ന കണ്ടെയ്നർ കപ്പലിനെയാണ് ആക്രമിച്ചതെന്നും അവർ അവകാശപ്പെട്ടു. ഹൂതികളുടെ സ്വാധീന മേഖലയിൽ വരുന്ന ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെയെല്ലാം ആക്രമിക്കുമെന്ന് ഹൂതി വക്താവ് ഈ മാസം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. ചെങ്കടലിലെ പ്രധാന കപ്പൽ ചാലുകളിലെല്ലാം ഹൂതികൾ കപ്പലുകൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിൻ്റെ പ്രതികരണമായാണ് കപ്പലുകളെ ലക്ഷ്യമിടുന്നതെന്നും ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു. കപ്പലുകളെ വ്യാപകമായി ആക്രമിക്കുന്നത് വലിയ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. അതിനിടെ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയ ഇസ്രായേൽ ഗസയിൽ ആക്രമണം കടുപ്പിച്ചു. കര-വ്യോമ ആക്രമണം അതിശക്തമായി തുടരുകയാണ്. ഗസ സിറ്റിയിലെ സെയ്റ്റോൺ പ്രദേശത്തെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇതുവരെ സെയ്റ്റോണിലെ 25 ഇടങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ 10 വീടുകൾ തകർന്നതായി പലസ്തീനിയൻ ന്യൂസ് ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നില്ലെന്നും വഫ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ യുദ്ധം രൂക്ഷമായതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗസയിൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയിൽ അഭയം പ്രാപിച്ചത്. ഈ അഭയാർത്ഥികൾ റഫ ഉപേക്ഷിക്കുന്നതായി UN ഏജൻസിയായ UNRWA പറഞ്ഞു. റഫയുടെ കിഴക്കൻ മേഖലയിൽ കരയാക്രമണവും വ്യോമാക്രമണവും ശക്തമായതോടെ 80,000-ഓളം ആളുകളാണ് റഫയിൽ നിന്ന് പോയതെന്നും UN ഏജൻസി അറിയിച്ചു. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്നും റഫ ഉപേക്ഷിച്ചു പോകുന്ന പലസ്തീനികളുടെ അവസ്ഥ അതിദാരുണമാണെന്നും UNRWA പറയുന്നു. ഇവർ ഗസയിൽ ഒരിടത്തും സുരക്ഷിതരല്ലെന്നും ഏജൻസി പറയുന്നു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഏകദേശം 1.5 മില്യൺ അഭയാർത്ഥികളാണ് റഫയിൽ തമ്പടിച്ചിരിക്കുന്നത്.